നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മകരവിളക്കും മകരജ്യോതിയും കണ്ടുതൊഴാൻ സന്നിധാനത്തും പരിസരത്തും തീർത്ഥാടക തിരക്ക്. ഇന്ന് വൈകിട്ട് 2:45 നട തുറന്ന് 3:08 മകരസംക്രമ പൂജ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. 6:15 കൊടിമരച്ചുവട്ടിൽ സ്വീകരിക്കും. തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. 6:30 നടയടച്ച് തിരുവാഭരണം ചാർത്തി ദീപാരാധന. നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും തെളിയും. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തെളിവെടുപ്പിനായി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബലാത്സംഗം ഈ ഹോട്ടലിൽ വെച്ചാണ് നടന്നതെന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് പുലർച്ചെ 5:30 പോലീസ് സംഘം പുറപ്പെട്ടത്. തെളിവെടുപ്പിനിടെ യുവജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. അരമണിക്കൂർ തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഫോണിൽ നിർണായക ചാറ്റുകളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഫോൺ കയ്യിലെടുക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് സമ്മതിച്ചിരുന്നില്ല. അത് പിന്നീട് റൂമിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ ചില്ല് ചൊവ്വാഴ്ച പുലർച്ചെ എറിഞ്ഞു പൊട്ടിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. DPI ജംഗ്ഷന് സമീപത്ത് നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയ ഉത്തർപ്രദേശ് സ്വദേശി ചന്ദ്രമൗര്യയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കാർ പാർക്ക് ചെയ്യുന്ന സമീപത്തെത്തി കല്ലെടുത്ത് ചുറ്റും നോക്കിയ ശേഷം മുൻഭാഗത്തെ ഗ്ലാസ് ഇയാൾ എറിഞ്ഞു പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. കോഴിക്കോട് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ 15 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ടോൾ പിരിവ് തുടങ്ങും. മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ടോൾ പിരിവിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ അറിയിച്ചു. ടോൾ പിരിവിൽ ഒട്ടേറെ ഇളവുകളുണ്ട്. 24 മണിക്കൂറിനകം ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനത്തിന് മടക്കയാത്രയിൽ ടോൾ നിരക്കിൽ 25% കിഴിവുണ്ട്. ഒരു മാസം 50 തുടർച്ചയായ യാത്ര നടത്തുന്ന വാഹനത്തിന് ടോൾ നിരക്കിൽ 33%, കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നാഷണൽ പെർമിറ്റ് അല്ലാത്ത കമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് 50% ഇളവുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധനയിൽ വാജിവാഹനം കണ്ടെടുത്തു. ശബരിമലയിൽ പഴയ കൊടിമരത്തിലുണ്ടായിരുന്നതായിരുന്നു ഈ വാജിവാഹനം. കണ്ടെടുത്ത വാജിവാഹനം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞ വാജിവാഹനത്തിന് 11 കിലോ തൂക്കമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്ന വേളയിൽ തന്നെ പഴയ വാജിവാഹനം കാണാനില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് തന്റെ പക്കലുണ്ടെന്നും വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും തന്ത്രി കണ്ഠര് രാജീവർ അറിയിച്ചു. പിന്നീട് വാജിവാഹനം തിരിച്ചെടുക്കണമെന്നും ദേവസ്വം ബോർഡിനോടും തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം. സർക്കാർ സിനിമാ മേഖലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഈ മാസം 21 സൂചനാ സമരം നടത്താൻ സിനിമാ സംഘടനകൾ. തിയേറ്ററുകൾ അടച്ചിട്ടും ഷൂട്ട് നിർത്തിവെച്ചും സിനിമാ മേഖല സ്തംഭിപ്പിച്ചാണ് സമരം. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി ഒഴിവാക്കുന്നതടക്കം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് സംഘടനകളുടെ തീരുമാനം. സമരത്തിന് അമ്മ സംഘടനയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ സ്ത്രീപീഡന പരാതികൾ കൂടുന്നതിനിടെ ഇനിയും അതിജീവിതകളുണ്ടെന്ന പരാമർശം നടത്തി നടി റിനി ആൻ ജോർജിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ആണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത്. സർക്കാരിന് റിനി സൂചിപ്പിച്ച അതിജീവിതകളെ കണ്ടെത്തുവാനും നിയമസഹായവും നീതിയും ഉറപ്പാക്കാനും സാധിക്കണം. അതിന് അവർ ആരൊക്കെയാണെന്ന് അറിയണം. അതറിയാനായി റിനി ആൻ ജോർജിനെ ചോദ്യം ചെയ്യണമെന്നാണ് പരാതിയിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് റിനി ആയിരുന്നു. ദ്വാരപാലക ശില്പപ്പാളി കടത്തിയ കേസിലും തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനിരിക്കെ തെളിവുണ്ടായിട്ടും മന്ത്രിയെയും മുൻ മന്ത്രിയെയും പുറത്തു നിർത്തുന്ന SIT നടപടിയിൽ വിമർശനം ശക്തം. ദേവഹിതം നോക്കാതെ കട്ടളപ്പാളികൾ കൊടുത്തുവിടാൻ മൗനാനുവാദം നൽകിയെന്ന കുറ്റത്തിൽ അറസ്റ്റിലായ തന്ത്രിയെ ദേവഹിതം നോക്കി ദ്വാരപാല പാളികൾ കൊടുത്തുവിട്ട സംഭവത്തിലും ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് SIT അനുമതി വാങ്ങിയത്. പാളികടത്തൽ രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ടതും തന്ത്രിക്ക് കുരുക്കായി. റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ 2ാം അറസ്റ്റ് ജയിലിലെത്തി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. കേസ് അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ശക്തമായ വിമർശനമുയർന്നിട്ടും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ SIT തയ്യാറായിട്ടില്ല. കടകംപള്ളിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് തെളിയിക്കുന്ന 4 ഘടകങ്ങൾ വ്യക്തമാണെങ്കിലും CPM സമ്മർദ്ദം മൂലം നടപടിയെടുക്കാതെ പിന്മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ശബരിമല സന്നിധാനത്ത് അഭിഷേകം ചെയ്ത നെയ്യ്, ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിലെ വൻ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. 2025 നവംബർ 17 മുതൽ
2026 ജനുവരി 2 വരെ 35,000-ലധികം നെയ് പാക്കറ്റുകളുടെ കണക്ക് കാണിക്കാതെ 35 ലക്ഷത്തിലധികം രൂപയുടെ തിരിമറിയാണ് ജീവനക്കാർ നടത്തിയത്. ക്രമക്കേടിന്റെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തിരിമറി സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം വിജിലൻസും നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഉത്തരവ്. തൃശൂരിൽ 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കമാകും. 250 ഇനങ്ങളിൽ 15,000 കൗമാര പ്രതിഭകൾ 25 വേദികളിലായി അരങ്ങിലെത്തും. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി കലോത്സവത്തിന് തിരികൊളുത്തും. ഇന്ന് മുതൽ 18 വരെയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുക. വിവിധ പൂക്കളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. വേദികളുടെ പേരുകളിൽ താമര ഒഴിവാക്കിയതിൽ നേരത്തെ വിവാദമായിരുന്നു. യുവമോർച്ച അടക്കം താമരയുമായി പ്രതിഷേധിച്ചിരുന്നു. മറ്റെല്ലാ പൂക്കളുടെയും പേര് നൽകിയപ്പോൾ താമര ഒഴിവാക്കിയത് രാഷ്ട്രീയമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ വേദി 15-ന് താമര എന്ന പേരിടുകയായിരുന്നു. വേദിക്ക് താമര എന്ന പേര് നൽകാനുള്ള തീരുമാനത്തെ BJP സ്വാഗതം ചെയ്തിരുന്നു. BJP കോർപ്പറേഷൻ ഭരണത്തിലേറിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നു. ഈ മാസം 23-ന് എത്തുന്ന പ്രധാനമന്ത്രി നഗരത്തിന്റെ സമഗ്രമായ വികസന രേഖാ പ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ജനം BJPക്ക് നൽകിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനം പാലിച്ചാണ് വികസന രേഖാ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ 2026 പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. സമൂഹത്തിലെ ദുർബല പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളുകളിലെ 25% സൗജന്യ ക്വാട്ട ഉറപ്പാക്കണമെന്ന് വിധിച്ച് സുപ്രീം കോടതി. സ്വകാര്യ അൺഎയ്ഡഡ് സ്പെഷ്യൽ കാറ്റഗറി സ്കൂളുകളിലെ പ്രൈമറി, അപ്പർ പ്രൈമറി ക്ലാസുകളിലെ 25% സീറ്റുകളിൽ പിന്നാക്കക്കാരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. ഇത് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹ, AS ചന്ദുർക്കർ എന്നിവർ അടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട കേസുകളുമായി നടക്കുന്നവർക്ക് വേണ്ടി വാദിക്കാൻ പല അഭിഭാഷകരും തയ്യാറാണെങ്കിലും ആർക്കും മനുഷ്യജീവികളെ വേണ്ടെന്ന് സുപ്രീം കോടതി. നായശല്യം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാര്യ എന്നിവർ ഇങ്ങനെ പ്രതികരിച്ചത്. കുട്ടികൾക്കും പ്രായമായവർക്കും നേരെയുണ്ടാകുന്ന ഓരോ തെരുവ് നായ ആക്രമണത്തിനും സംസ്ഥാനങ്ങൾ കനത്ത പിഴ നൽകേണ്ടി വരും. പൊതുജനത്തിന് ഏൽക്കുന്ന ഓരോ കടിക്കും, മരണത്തിനും പരിക്കിനും നഷ്ടപരിഹാരം നൽകുന്ന ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. നടൻ ശിവകാർത്തികേയന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമ പരാശക്തി നിരോധിക്കണമെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിച്ചു എന്നാരോപിച്ചാണ് തമിഴ്നാട് യൂത്ത് കോൺഗ്രസ് സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ ശിവകാർത്തികേയന്റെ കഥാപാത്രം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കണ്ടുമുട്ടുന്നതും തുടർന്ന് അവരെ മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുമാണ് ചിത്രത്തിൽ കാണിക്കുന്നതെന്ന് ഭാസ്കർ പറയുന്നു. തിങ്കളാഴ്ചത്തെ പരാജയപ്പെട്ട PSLV C-62 ദൗത്യത്തിന് ശേഷം നിർണായകമായ അന്വേഷ നിരീക്ഷണ ഉപഗ്രഹം ഉൾപ്പെടെയുള്ള PSLVയുടെ മുഴുവൻ പേലോഡും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയപ്പോൾ സ്പാനിഷ് സ്റ്റാർട്ടപ്പ് ഓർബിറ്റൽ പാരഡിഗം ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയത് അതിന്റെ കെസ്ട്രൽ ഇനീഷ്യൽ ഡെമോൺസ്ട്രേറ്റർ അഥവാ KID ക്യാപ്സ്യൂൾ ബഹിരാകാശ പേടകത്തിൽ നിന്ന് വേർപെടുത്താൻ മാത്രമല്ല ഡാറ്റ കൈമാറാനും കഴിഞ്ഞുവെന്നാണ്. എല്ലാ സാധ്യതകൾക്കും വിരുദ്ധമായി ഞങ്ങളുടെ KID ക്യാപ്സ്യൂൾ PSLV C-62 നിന്ന് വേർപെടുത്തി. സ്വിച്ച് ഓൺ ചെയ്ത ഡേറ്റ കൈമാറി. ഞങ്ങൾ പാത പുനർനിർമ്മിക്കുകയാണ്. പൂർണ്ണ റിപ്പോർട്ട് വരും. ഓർബിറ്റൽ പാരഡൈമിന്റെ ഹാൻഡിൽ Xൽ പോസ്റ്റ് ചെയ്തു. ഇറാനിലെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന വൈറൽ അവകാശവാദം ചൊവ്വാഴ്ച ഇന്ത്യൻ സർക്കാർ തള്ളി. പാകിസ്ഥാൻ പ്രചാരണ അക്കൗണ്ടുകൾ വഴിയാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് സർക്കാർ ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB അറിയിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയതാണെന്ന് അവകാശപ്പെടുന്ന വ്യാജ കത്ത് പങ്കുവെച്ച ഗ്ലോബൽ വാച്ച് ഡോഗ് എന്ന X അക്കൗണ്ടിന്റെ ചിത്രവും PIB പോസ്റ്റ് ചെയ്തു. കേന്ദ്രഭരണ പ്രദേശത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പാങ്കോങ് തടാകത്തിന് സമീപം ലഡാക്കിൽ നിന്ന് 4 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി റിപ്പോർട്ട്. കാണാതായ വിനോദസഞ്ചാരികളെല്ലാം 20-നും 24-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ യുവാക്കൾ ചിത്രങ്ങൾ എടുക്കുകയും വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്യുന്നതായി കണ്ടു. ഇവരെ കണ്ടെത്തുന്നതിനായി അധികൃതർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാണാതായവർ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നുള്ളവരാണെന്ന് കരുതപ്പെടുന്നു. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നതായി റിപ്പോർട്ട്. സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നീക്കങ്ങളുണ്ടെങ്കിലും ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ദിനംപ്രതി ശക്തിയാർജിക്കുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ഭീകരരാണെന്നാണ് ഭരണകൂടം പറയുന്നത്. അതേസമയം
പ്രതിഷേധക്കാരുടെ മരണത്തെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ റദ്ദാക്കിയപ്പോൾ ഇറാനിലെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാൻ ജനതയുടെ പ്രധാന കൊലയാളികൾ എന്ന് വിശേഷിപ്പിച്ചു. ഇറാനിയൻ ജനത സർക്കാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും ഇറാനിയൻ ദേശസ്നേഹികളോട് പ്രതിഷേധം തുടരാനും ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. സഹായം അവരുടെ വഴിക്ക് വരും എന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ട്രംപ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കെതിരെ ടെഹ്റാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു. പിന്നാലെ ഭരണമാറ്റത്തിന് ഗൂഢാലോചന നടത്തുകയാണെന്ന് ഇറാൻ അമേരിക്കയെ കുറ്റപ്പെടുത്തി. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ അമേരിക്കയുടെ മാതൃക പിന്തുടർന്ന് 7 ഐക്യരാഷ്ട്രസഭ ഏജൻസികളിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ഉടനടി പിന്മാറുന്നതായി ഇസ്രായേലും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.